ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബ്രീഫ് നോട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പോയിൻറ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇന്ന് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. നോക്കി, 20, 25, 30, 35, 40 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിൽ 5 ടേംസ് ഉണ്ട്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ? ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്താൽ, ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 20 ആണ്. ലാസ്റ്റ് ടേം 40 ആണ്. 20 + 40 എത്ര കിട്ടുക? 60 അല്ലേ? അത് തന്നെയായിരിക്കും സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും. ഇവിടെ എത്രയാണ്? ഇവിടുത്തെ എത്രാമത്തെ ടേമാണ്? സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് 4th ടേമാണ്. സെക്കൻഡ് ടേമും 4th ടേമും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 25 ആണ് സെക്കൻഡ് ടേം അല്ലേ? 4th ടേം 35 ആണ്. അപ്പോൾ 25 + 35 എന്ന് പറഞ്ഞാലും നേരത്തെ കിട്ടിയ ആൻസർ തന്നെയാണ്, 60 കിട്ടും. ഇനി ആരാണ് നടുവിലുള്ള 30 ഇല്ലേ? ആ 30 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്, അതല്ലെങ്കിൽ സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയതിൻ്റെ ഹാഫായിരിക്കും മിഡിൽ ടേം അല്ലേ? 60യുടെ പകുതി അതാണ് 30, മിഡിൽ ടേം 30. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഇപ്പോൾ 5 ടേം ഉണ്ടെങ്കിൽ ആ ടേംസിൻ്റെ പൊസിഷൻ നോക്കുക, ആ പെയറുകളുടെ നോക്കുക. ഫസ്റ്റ് ടേമും 5th ടേമും 1, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1ഉം 5ഉം 6 അല്ലേ? അതേപോലെ തന്നെ സെക്കൻഡും 4th ടേമും, സെക്കൻഡ് 2ഉം 4th 4, 2ഉം 4ഉം 6. അങ്ങനെ അത് ആഡ് ചെയ്യുമ്പോൾ 6 ഒരേപോലെ വരുന്നു അല്ലേ? പൊസിഷൻസിൻ്റെ പെയേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നാവുക നോക്കുക. ഫസ്റ്റും 5ഉം 6, സെക്കൻഡും 4ഉം 6. മനസ്സിലായ? ഇനി ഇതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ടേംസ് വന്നാലും ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് വേറെ ഒരെണ്ണം നോക്കി, അടുത്തൊരു എക്സാമ്പിൾ നോക്കി. 5, 9, 13, 17, 21, 25, 29 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ 7 ടേംസ് ഉണ്ട്. നേരത്തെ 5 ടേംസ് ആയിരുന്നു, ഇവിടെ 7 ടേംസ് ഉണ്ട്. അപ്പോൾ 7 ടേംസ് ആകുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടേമും 7th ടേമും, ഫസ്റ്റും 7ഉം 1ഉം 7 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റും 7ഉം തന്നെയായിരിക്കും സെക്കൻഡും 6ഉം. സെക്കൻഡും 6ഉം 2ഉം 6ഉം 8 അല്ലേ? പിന്നെ എന്തായിരിക്കും? പിന്നെ 8, 3ഉം 5ഉം, തേർഡ് ടേമും 5th ടേമും. അപ്പോൾ ഫസ്റ്റ് ടേമും 7th ടേമും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്, ഫസ്റ്റ് ടേം എന്താ ഇവിടെ? 5 ആണ്. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? 29 ആണ്. അപ്പോൾ 5 + 29 എന്ന് പറഞ്ഞാൽ എന്താണ്? 34. അത് തന്നെയായിരിക്കും സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റ് ടേമും. സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 6th ടേമും. ഇവിടെ 6th ടേം, സെക്കൻഡ് ടേം എത്രയാണ്? 9 ആണ്. 6th ടേം എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ എന്ത് കിട്ടി? അപ്പോഴും 34 കിട്ടി. ഇനി ഞാൻ പറഞ്ഞു ഫസ്റ്റും 7ഉം, 1ഉം 7ഉം 8. അപ്പോൾ എന്താവും? 2 ആണെങ്കിൽ അപ്പുറത്ത് എത്ര വരും? 6 വരും. 2ഉം 6ഉം 8. അപ്പോൾ സെക്കൻഡും 6th ടേമും. ഇനി 3 ആണെങ്കിലോ, തേർഡ് ടേം ആണെങ്കിലോ 3ഉം 5ഉം 8. അപ്പോൾ തേർഡും 5th ടേമും. തേർഡ് ടേം എത്രയാണ്? 13 ആണ്. തേർഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് 5th ടേം. അപ്പോൾ 13 + 21 അതും എന്ത് കിട്ടി? 34 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മിഡിൽ ടേം എത്രയാണ്? ഓക്കെ, 34ൻ്റെ പകുതി 17 അതല്ലേ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം? അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 20 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേമും 20th ടേമും കൂടി കൂട്ടിയാൽ എത്രയാണ്? 21 അല്ലേ സമ്മ്? അപ്പോൾ ഫസ്റ്റ് ടേമും 20th ടേമും കൂടി കൂട്ടി കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും സെക്കൻഡും 19th
2ഉം 19ഉം കൂടി കൂട്ടിയാലും 21 ആണ്. തേർഡും 18ഉം കൂടി കൂട്ടിയാൽ 21 ആണ്. 4ഉം 17ഉം കൂടി കൂട്ടിയാൽ 21 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും ഈ ആഡ് ചെയ്യുന്ന സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് 20th ടേം ഓഫ് എൻ അർത്തമാറ്റിക് സീക്വൻസ് ഈസ് 88. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19th ടേംസ്? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അതിൽ. ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഈസ് ദ 11th ടേം? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മളിപ്പോൾ എന്താ പഠിച്ചത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റും 20th 1ഉം 20ഉം 21 അല്ലേ? അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റും 20th ടേമും കൂടി കൂട്ടിയാൽ 88 ആണ് അല്ലേ? എന്നിട്ട് ചോദിച്ചേക്കണേ സെക്കൻഡും 19th ടേമും കൂടി കൂട്ടിയാൽ എന്തായിരിക്കും? അപ്പോൾ സെക്കൻഡ് 2 + 19 അതും 21 ആണ് അല്ലേ? അപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ തന്നെയായിരിക്കും. സെക്കൻഡ് ടേം അതായത് x2 + x19 19th ടേം, സെക്കൻഡ് ടേമും 19th ടേമും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ x1ഉം x20ഉം കൂടി ആഡ് ചെയ്താൽ ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണെന്ന്? 88 എന്നുണ്ട്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസർ 88 എന്ന്. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഈസ് ദ 11th ടേം? നമുക്കറിയാം 10th ടേമിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 21 ആണ് വന്നത് അല്ലേ? ഫസ്റ്റും 20 എന്ന് പറയുന്നപ്പോൾ 21 ആണ്. സെക്കൻഡും 19ഉം 21 ആണ്. തേർഡും 18ഉം കൂടി കൂട്ടിയാലും 21 ആണ്. അപ്പോൾ 10th ടേം തന്നിട്ട് 11th ടേം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 10th-ഉം 11th-ഉം 10th ടേമും 11th ടേമും കൂടി ആഡ് ചെയ്താൽ 10ഉം 11ഉം 21 തന്നെയല്ലേ? അപ്പോൾ നേരത്തെ ആൻസർ തന്നെയാണ് വരിക. 10th ടേം + 11th ടേം എന്ന് പറയുന്നത് എത്ര കിട്ടും? 88 തന്നെയാണ്. അത് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഫസ്റ്റ് 20ഉം ഫസ്റ്റ് ടേമും 20th ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ 88 കിട്ടി. അതായത് 1ഉം 20ഉം 21 അങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ സെക്കൻഡും 19ഉം കൂടി കൂട്ടിയാൽ അത് തന്നെയാണ് കിട്ടുക. സെക്കൻഡും 2ഉം 19 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ തന്നെ കിട്ടും, 88 എന്ന് കിട്ടും. 3ഉം 18ഉം 21 ആണ്. അപ്പോൾ 3 തേർഡ് ടേമും 18th ടേമും കൂട്ടിയാൽ 88 എന്ന് കിട്ടും. അപ്പോൾ 10th ടേമിൻ്റെ 10ൻ്റെ ഒപ്പം 11 ചേർത്തല്ല 21 ആവുക. അപ്പോൾ 10th ടേം + 11th ടേം = 88. ഇനി 10th ടേം അതിൽ തന്നിട്ടില്ലേ? എത്രയാണ്? 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 42 + 11th ടേമിനെ വേണമെങ്കിൽ നമുക്ക് x11 എന്ന് എഴുതാം. x11 = 88. അതിൽ നിന്ന് x11 കണ്ടൂടെ? x11 = 88 മൈനസ് ലെഫ്റ്റിലുള്ള 42. 88 - 42 which is equal to 46 എന്ന് കിട്ടും. അപ്പോൾ 11th ടേം എന്താണ്? 46 ആണ്. ക്ലിയർ ആയല്ലോ? ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് മുൻ വർഷത്തെ SSLC ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് തറവാക്കി വെക്കുക, കോൺസെപ്റ്റ് പഠിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കേണ്ടത്, നേച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ നമ്മൾ n × n+1/2 എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുക. സം ഓഫ് n നേച്ചുറൽ നമ്പേഴ്സ് = n × n+1/2. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയേ. 1 മുതൽ 100 വരെയുള്ള നേച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് 1 + 2 + 3 etc. +100 അപ്പം എന്ത് വരും? 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ അവിടെ n 100 അല്ലേ? അപ്പോൾ n × n+1/2 n × n+1/2 n-ന് പകരം 100 വരും. അത്രയും നമ്പർ ഓഫ് ടൈംസ് അവിടെ ഉണ്ട്. അപ്പോൾ 100 × 100 + 1 100 × 101/2 എന്ന് വരും. ആ 100ഉം 2ഉം കൂടി കട്ട് ചെയ്താൽ 50 കിട്ടും. 50 × 101 എന്ന് പറഞ്ഞാൽ 5050 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഇതേപോലെ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ സം ഓഫ് n ഈവൻ നമ്പേഴ്സ് = n × n+1 എന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. n × n+1. അപ്പോൾ നോക്കിയേ, 2 + 4 + 6 etc. +100 2 മുതൽ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. 2 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അതാ 50. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഞാൻ അടുത്ത പോയിന്റും കൂടി പറഞ്ഞിട്ട് അതിന് ശേഷം ഒരു ഫോർമുലയിലൂടെ അത് പറഞ്ഞുതരാം. അപ്പോൾ 50 എന്നിന് പകരം ഇവിടെ എന്താണ് 50 ആണ്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 50 പ്ലസ് 1 വരും. 50 ഇൻറ്റു 50 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 51, അത് എത്രയാണ്? 2550 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിയാൽ ഇതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ. സം ഓഫ് n ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ. നോക്കിയേ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 99, 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1 മുതൽ 99 വരെ 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. നേരത്തെ ഈവൺ നമ്പേഴ്സിൻ്റെ 50 കിട്ടിയത് മനസ്സിലാവാത്തവർക്ക് അത് പറഞ്ഞു തരാം. 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 50യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 5ൻ്റെ സ്ക്വയർ 25 ആണ്. അപ്പോൾ 50യുടെ സ്ക്വയർ 2500 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 മുതൽ 100 വരെ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ടെന്നറിയാൻ, അതല്ലെങ്കിൽ 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നറിയാൻ ആ ബോർഡിൽ നോക്കുക. അതിലൊരു ഫോർമുല എഴുതിയിട്ടുണ്ട് ഞാൻ. xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ചില പ്രോബ്ലംസ് ചെയ്യാൻ ഈ ഒരു ഫോർമുല നല്ലതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടും, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഇതുപോലെ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ഈ പറഞ്ഞത്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ്, എത്ര നമ്പേഴ്സ് ഉണ്ട്. n ഈക്വൽ ടു xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. നമുക്ക് ഇവിടെ നേരത്തെ ഈവൺ നമ്പേഴ്സിൻ്റെ നോക്കാം. ഇവിടെ xn എന്ന് പറയുന്നത് അവസാനത്തെ ടേമാണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സിൻ്റെ അവിടെ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 100, അടുത്ത അവസാനത്തെ ടേം എന്ന് പറയുന്നത് 100 അല്ലേ. അപ്പോൾ 100 മൈനസ് x1 എത്രയാണ്? ഫസ്റ്റ് ടൈം അവിടെ 2 അല്ലേ. അപ്പോൾ 100 മൈനസ് 2 എത്രയാണ്? 100 മൈനസ് 2, 100 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 98 ആണ്. 98 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. 2, 4, 6 എറ്റ്സെട്ര 100, അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 98 ഡിവൈഡഡ് ബൈ 2, 98 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 ആണ്. പ്ലസ് 1, 49 പ്ലസ് 1, അപ്പോൾ എന്ത് കിട്ടി? 50 കിട്ടി. അങ്ങനെയാണ് നമ്മൾ സം ഓഫ് n ഈവൺ നമ്പേഴ്സിന് 2 മുതൽ 100 വരെയുള്ള ഈവൺ നമ്പേഴ്സ് 50 ആണെന്ന് നമുക്ക് കിട്ടി. n അവിടെ 50 ആണെന്ന് കിട്ടി. ഇനി അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ നോക്കിയേ. 1 മുതൽ 99 വരെയുള്ള എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടേം എത്രയാണ്? 99 ആണ്. മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. അപ്പോൾ 99ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 98 ആണ്. 98 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 135 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. 98 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 ആണ്. പ്ലസ് 1, 49ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 50 കിട്ടി. അങ്ങനെയാണ് ആ 2 ക്വസ്റ്റ്യനിലും നമ്പർ ഓഫ് ടൈംസ് n എന്ന് പറയുന്നത് 50 കിട്ടിയത്. മനസ്സിലായല്ലോ? ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ്. സം ടു n ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് Sn is equal to n by 2 into first term plus last term, n by 2 into x1 plus xn. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയണം സമ്മ് കാണാൻ. n by 2 into x1 plus xn, n by 2 into first term plus last term. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Find the sum of the first 25 terms of the arithmetic sequence 11, 22, 33, etc. ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ് കാണണം ഈ തന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ. അപ്പോൾ ഇവിടെ 25 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n എന്താണ്? 25 ആണ്. ഇനി ഫസ്റ്റ് ടേം എത്രയാണ്? 11 ആണ്. കോമൺ ഡിഫറൻസോ
11, 22, 33 എന്ന് പറയുമ്പോൾ 22 - 11 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അവിടെ 11 ആണ്. പക്ഷേ ലാസ്റ്റ് ടേം അറിയില്ല. അതായത് ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഫോർമുലയിൽ എന്താ n/2 × x1 + xn എന്നാണ് സമ്മ് കാണാനുള്ള ഫോർമുല. x1 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടേം. പക്ഷേ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 25th ടേമാണ്. കാരണം 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ xn എന്ന് പറയുന്നത് 25th ടേമാണ്. അപ്പോൾ നമ്മൾ xn കാണാനൊരു ഫോർമുല ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്? ഫോർമുല ഇല്ലെങ്കിലും കിട്ടും. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 24 പ്രാവശ്യം ഡി ആഡ് ചെയ്തത് കിട്ടും. ഇനി ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? xn = f + n - 1 × d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. അത് എത്രയാണ്? 11 ആണ്. പ്ലസ് n - 1, n 25 ആണ്. അപ്പോൾ n - 1 എന്ന് പറഞ്ഞാൽ എന്താ? 24 ആണ്. 24d 11 + 24d എന്ന് കിട്ടും. = 11 + 24 × ഡിക്ക് പകരം 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 11 + 24 × 11 എന്ന് കിട്ടും. = 11 + 24 × 11 264 ആണ്. നിങ്ങൾ 24നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ട്. വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സ്പീഡ് മാത്സിൽ കിട്ടും. അത് നിങ്ങൾ ഈ ചാനലിൻ്റെ തന്നെ സ്പീഡ് മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇതിലെ ഫസ്റ്റ് വീഡിയോ അതാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11. നമ്മൾ പല സ്റ്റുഡൻസിനും അത് അറിയാം. അങ്ങനെയാണ് അവിടെ 264 പെട്ടെന്ന് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേ വേണ്ട, നമുക്ക് നോക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ എന്ത് കിട്ടും? 11 + 264 എന്ന് കിട്ടും. അപ്പോൾ 275 എന്ന് കിട്ടും. ഇതെന്താണ്? xn ആണ്. ഇനി നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് കാണേണ്ടത് എന്താണ്? 25 ടേംസിൻ്റെ സമ്മാണ്. S25 ആണ് കാണേണ്ടത്. = n/2. എന്നിന് പകരം 25. 25/2 × ഫസ്റ്റ് ടൈം x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. അതിവിടെ എത്രയാണ്? 11 ആണ്. പ്ലസ് xn നമുക്ക് നേരത്തെ കിട്ടി 275 എന്ന് കിട്ടി. അപ്പോൾ 11ഉം 275ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 286 കിട്ടും. അപ്പോൾ എന്തായി? 25/2 × 286 എന്ന് കിട്ടും. അത് 286നെ നമ്മൾ 2 കൊണ്ട് കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 143 എന്ന് കിട്ടും. 143 × 25 എന്ന് പറഞ്ഞാൽ 3575 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ഒരു പോയിന്റും കൂടി പഠിച്ചേക്കാം. ഇഫ് n ഈസ് എൻ ഓഡ് നമ്പർ, ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അറിത്തമാറ്റിക് സീക്വൻസ് ഈസ് n ടൈംസ് ദ മിഡിൽ ടേം. അത് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അറിത്തമാറ്റിക് സീക്വൻസ് ഈസ് 45. വാട്ട് ഈസ് ദ തേർഡ് ടേം? ഈ എക്സാമ്പിളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലാവും. അതായത് ഒരു അറിത്തമാറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെന്ന് വിചാരിക്കാം. നേരത്തെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു 3, 5, 7 അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് വരികയാണെങ്കിൽ അപ്പോഴാണ് അതിന് കൃത്യമായിട്ട് മിഡിൽ ടേം കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്, 5 ഓഡല്ലേ, 5 ടേംസ് ഓഫ് എൻ അറിത്തമാറ്റിക് സീക്വൻസ് ഈസ് 45. സമ്മ് തന്നിട്ടുണ്ട്. ആ 5 ടേംസുള്ള ഒരു അറിത്തമാറ്റിക് സീക്വൻസിൻ്റെ സമ്മ് എത്രയാണ്? 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കണം വാട്ട് ഈസ് ദ തേർഡ് ടേം എന്നാണ്. 5 ടേംസ് ഉള്ള ഒരു അറിത്തമാറ്റിക് സീക്വൻസിൻ്റെ തേർഡ് ടേം എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ ടേമാണ്. അതറിയാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ 5 ടേമാണെങ്കിൽ 5ൻ്റെ ഒപ്പം 1 എഴുതുക. 6ൻ്റെ പകുതി 3 തേർഡ് ടേമാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് 5 ടേം എഴുതി വയ്ക്കേ. 5 ടേം 5 ഡാഷ് ഇട്ടിട്ട് എഴുതി വയ്ക്കേ. നടുവിലത്തെ ടേം എന്ന് പറയുന്നത് 3ാമത്തെ ടേം ആയിരിക്കും. അപ്പോൾ ആ തേർഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മിഡിൽ ടേം, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് സമ്മിനെ, ഇവിടെ എന്താണ് 45 ആണ്, 45നെ എത്ര ടേംസ് ഉണ്ടോ, അതായത് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. 45നെ 5 കൊണ്ട്, 45 ആണ് സമ്മ്, 5 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. അതാണ് 5 ടേംസ് ഉള്ള അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം. മിഡിൽ ടേം ആണ് എന്ത്? തേർഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ? വാട്ട് ഈസ് ദ തേർഡ് ടേം എന്നാണ്. തേർഡ് ടേം എന്താണ്? 9 ആണ്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 7 ടേംസ് ഉള്ളത് ചോദിക്കാന്നിരിക്കാം. 7ഉം ഓഡാണ്. അപ്പോൾ 7 ടേംസിൻ്റെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം ആയിട്ട് വരിക?
7 + 1/2, 7 + 1 8, 8/2, 4. ഫോർത്ത് ടേം ആയിരിക്കും അതിൻ്റെ മിഡിൽ ടേം. അതും എങ്ങനെ ചെയ്യുക? ആ സമ്മിനെ എത്ര ടേം ഉണ്ടോ, അപ്പോൾ 7 ആണെങ്കിൽ സമ്മ് തന്നിട്ടിരിക്കും, സമ്മിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നിന്ന് പരമാവധി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ മുമ്പ് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണുക. അത് കുറേ ഇതുപോലെ പാർട്ടായിട്ടുള്ള വീഡിയോസാണ്. ഓരോന്നും ഇരുന്ന് നിങ്ങൾ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ട് പഠിക്കുക. എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതിലുള്ളത്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഈ പ്രാവശ്യത്തെ ബ്രീഫ് നോട്ട് എന്ന് പറയുന്ന 2 വീഡിയോസും നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്.